ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, ലോക തൊഴിലാളി ദിനം. എല്ലാവർക്കും ഒരു മെയ് ദിനാശംസകൾ. നമുക്ക് ഇന്നത്തെ ഐറ്റം എന്നാന്ന് പരിചയപ്പെടാം അല്ലേ. ചിക്കനും കുറച്ച് പാലാക് ചീരയും ഇതുകൊണ്ട് നല്ല അടിപൊളി ഒരു കറിയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ വേറെ ആരുണ്ട്, ചിക്കനും കൊണ്ട് ഒരുപാട് ഐറ്റങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതേ രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത്. ഇതിൻ്റെ സവോളയോ അല്ല ഉള്ളിയോ അങ്ങനെ ഐറ്റങ്ങളൊന്നും വേണ്ട, അല്ലാതാണ് ഇത് ചെയ്യുന്നത്. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതൊരു 600 ഗ്രാം ചിക്കനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് നമ്മൾ ചേർക്കുന്നത്. ആദ്യമേ തന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നത്. ഇതേപോലെ ഒരു 7 വെളുത്തുള്ളി, ചെറുതും വലുതും എല്ലാം കൂടാണ്. അതും ഇതുപോലെ ചതച്ച് വെച്ചിരിക്കുന്നത്. അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇതേപോലെ. ഇനി നമുക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്കിതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇടുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, കുരുമുളക് പൊടി മാത്രമാണ് എരിവിന് ചേർക്കുന്നത്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ ഒന്ന് അമുക്കി എല്ലാം ഒന്ന് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഒന്നിരിക്കട്ടെ. എന്നിട്ട് വേണം നമുക്കിതെടുക്കാൻ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വേറെ ഇത്തിരി പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് റെഡിയാക്കാം. ചിക്കനൊക്കെ ഏതായാലും നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ആ ചിക്കൻ ആവശ്യമുള്ള സാധനങ്ങൾ കറി വെക്കണ്ടേ, കറിക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കണ്ടേ. ഇതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഗ്രീൻ പാൽ ചിക്കൻ കറിയാണ്. അപ്പം ഇത് അതിൻ്റേതായിട്ടുള്ള രീതി വേണം നമുക്ക് ചെയ്യാനായിട്ട്. സവോളയോ അല്ല ഉള്ളിയോ ഒന്നും ചേർക്കണ്ട, വഴറ്റി വെറുതെ സമയം കളയണ്ട, അല്ലാതെ ചെയ്യുന്നതാണിത്. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ്. ഏതായാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലൊന്ന് പരിചയപ്പെടുത്തും. അപ്പോൾ ഇതേപോലെ ഒരു ജാറെടുക്കുക. നമ്മൾ അരിയൊക്കെ അരയ്ക്കുന്ന ജാറിൽ അതിൻ്റെ അകത്തോട്ട് ഒരു പിടി മല്ലിയില നല്ല അരിഞ്ഞ് വൃത്തിയാക്കിയൊക്കെ വെച്ചിരിക്കുന്നത് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇല അനുസരിച്ചുള്ള പാലക് ചീര എടുക്കണം. ഇത് നമുക്ക് ഈ ഇലയൊക്കെ ഇങ്ങനെ അടത്തി ഇതിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ പുഴുക്കുത്തരൊന്നും അതുപോലത്തെയൊക്കെ ഉണ്ടെങ്കിൽ കളയണം. ഇത് വേറെ നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയൊക്കെ എടുക്കണം കേട്ടോ. കാര്യം ഇത് പല സ്ഥലത്തും കൃഷി ചെയ്ത് വരുന്ന സാധനമല്ലേ. അപ്പം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം മാത്രമേ നമുക്കിതൊക്കെ ഉപയോഗിക്കാവുള്ളൂ. നമ്മൾ ഈ തണ്ട എടുക്കുമ്പോഴേ കട്ടിയുള്ളതാണെങ്കിൽ അത് എടുക്കണ്ട. കാര്യം എന്ന് വെച്ചാൽ ഇത് അരച്ചെടുക്കാനുള്ള മിക്സിക്കകത്ത് അരയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കട്ടിയുള്ള തണ്ടാണെങ്കിൽ എടുക്കണ്ട. ഇനി നമുക്ക് ഈ ചീര ഒന്ന് അരച്ചെടുക്കാം. ഒരല്പം വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം, കാര്യം അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മല്ലിയിലയും ചീരയും അരഞ്ഞു നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുള്ളൂ. ഇപ്പം നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. ഇത് വിട്ടിരിക്കട്ടെ. ഇനി നമുക്ക് അടുപ്പൊക്കെ സെറ്റപ്പ് ചെയ്തതിന് ശേഷം ആ പാലാക് ഗ്രീൻ പാൽ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ റെഡിയാക്കി. ഇനി അതിൻ്റെ ഗ്രേവിയാണ് റെഡിയാക്കുന്നത്. ഇതുള്ള ഒരു മീഡിയം സൈസ് ഒരു 4 തക്കാളി, വലുതാണെങ്കിൽ ഒരു 3 വെള്ളം എടുത്താൽ മതി. അതങ്ങോട്ട് ചെറുതായിട്ടായിരിക്കും. ഇതേപോലെ ഓരോ കറിക്കും ഓരോ പ്രത്യേകത അല്ലേ. നമ്മൾ സാധാരണ മിക്കപ്പോഴും ഈ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ സവോളയും ഉള്ളിയും ഒക്കെ വെച്ച് ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഇതങ്ങനല്ല, ഇത് വേറെ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതങ്ങനെ കാണാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തക്കാളി അരിച്ചതിന് ശേഷം ഒരു 4 പച്ചമുളക്, ഇതേപോലെ ഒരു 4 പച്ചമുളക് നമ്മുടെ എരിവിന് പാകത്തിന്. ഇപ്പോൾ എരിവ് കുറച്ചാണ് വേണ്ടെങ്കിൽ ഒരു 2 പച്ചമുളകൊക്കെ എടുത്താൽ മതി. പിന്നെ അധികം എരിവൊന്നുമില്ല, ചെറിയ പച്ചമുളകായിട്ട് അധികം എരിവൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി എടുക്കുക. ഏറ്റവും കൂടുതൽ ആൾക്കാർ പരീക്ഷണം നടത്തുകയും ഒരുപാട് ഐറ്റങ്ങളൊക്കെ ചെയ്യുന്ന ചിക്കൻ കറിയല്ല. ചിക്കൻ കറി അതുപോലെ ചിക്കനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. ഓരോ സ്ഥലത്തും ഓരോ വ്യത്യസ്തമായ രീതി എന്തെല്ലാം ഐറ്റങ്ങളാണ് ചിക്കൻ വെച്ചിട്ടാക്കുന്നത്. ഏതായാലും നമുക്ക് ഇതുപോലെ ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ഈ അടുപ്പൊന്ന് കത്തിക്കുക.
ചീനച്ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. നമ്മുടെ എണ്ണയൊക്കെ ചൂടായതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളി പച്ചമുളക് ഒക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ മേളിലായി ആ ചിക്കൻ പുരട്ടി വെച്ചിരിക്കുന്നത് ആ ചിക്കൻ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം ഇതിനകത്തോടെ നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടിയാണ്, പലർക്കും അറിയാം. ആ മസാലപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്, ഒരു 1/2 ടീസ്പൂൺ ആ മസാലപ്പൊടി. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കും. ചിക്കൻ്റെ അകത്ത് വെള്ളം ഉണ്ടല്ലോ, വെള്ളം പോരാഴിക്കുണ്ടെങ്കിൽ ഒരല്പം വെള്ളം നമ്മൾ ഒഴിച്ചേക്കണം. ഇതിപ്പോൾ ആവശ്യത്തിന് ചിക്കൻ്റെ ആ തിള വന്നപ്പോഴത്തേക്ക് ചിക്കൻ്റെ വെള്ളം എല്ലാം ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ചിക്കൻ വേകുന്ന ഒരു സമയമുണ്ടല്ലോ, അത്ര സമയം ഇരിക്കണം. ഇതിൻ്റെ അകത്ത് നമുക്കൊരു 10 മിനിറ്റ് നല്ലപോലെ ഒന്നായതിനു ശേഷം തുറന്നു നോക്കാം. അപ്പോൾ 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കുകയാണ്. 10 മിനിറ്റോട് വേഗത്തില്ല, 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്നു നോക്കാം. ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്നു നോക്കാം. ഈ ചിക്കനകത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പാലാക്കും മല്ലിയിലയും കൂടെ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ജാറിൻ്റെ അകത്തുള്ളതും കൂടെ ഇങ്ങെടുക്കുക. അപ്പം നമ്മൾ ഉപ്പ് ചിക്കന് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഈ ഗ്രേവിക്കൊന്നും ഉപ്പ് കാണത്തില്ല. അപ്പോൾ ഒരല്പം ഉപ്പ് കൂടിയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല. സവോള, ഉള്ളി, അതുപോലെ തന്നെ ഇതുപോലെ നാരങ്ങ നീര്, വിനാഗിരി, തൈര്, ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അതൊക്കെ താല്പര്യമുള്ളവർക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഉപ്പൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. കാര്യം ആ ഗ്രീൻ പാലി ചിക്കൻ കറി എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഈ ഒരു പച്ചപ്പ് പോലെ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ ഒരു കറിയുടെ പേരും ശരിയാകത്തില്ല. ഇനി ഇത് നമുക്ക് മൂടി വെക്കാം. നല്ലപോലെ ചിക്കൻ ഒന്ന് വേകട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് നമ്മളിതൊക്കെ ചേർത്ത്. ഇനി നമുക്കിതിൻ്റെ ഉപ്പ്, എരിവ്, ഇപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ഇച്ചിരി കൂടെ വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് ചേർക്കാം, എരിവ് നോക്കിയിട്ട് കേട്ടോ. ഇനി ഇത് മൂടി വെക്കാം. ഇനി നല്ലപോലെ വെന്ത് ഒന്ന് കുറുകണം. അപ്പോഴത്തേക്കും ഇത് റെഡിയാവും. അപ്പോൾ ഒരല്പം കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഒന്ന് തുറന്നു നോക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. നോക്കാം, കാര്യം അടിക്കൊക്കെ പിടിച്ചോ നോക്കണ്ടേ. എന്താ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ തീ ഒന്ന് കുറച്ച് വെക്കാം. കാര്യം ഈ 20 മിനിറ്റ് നല്ല തീ തന്നെ ആയിരുന്നു കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് ഒന്നുകൂടെ അടുപ്പത്തിരിക്കട്ടെ. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കണം കേട്ടോ. നമ്മുടെ പാകത്തിനൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. നമുക്ക് ആ ചെറിയ തീയിൽ ഒന്നുകൂടെ ഒന്നിരിക്കട്ടെ. ഒരു 3-4 മിനിറ്റ് കൂടെ ആ ചെറിയ തീയിൽ ഇരുന്നതിന് ശേഷം നമുക്ക് റെഡിയാവും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട് ചെറിയ തീയിൽ. ഇപ്പോൾ ടോട്ടൽ ഒരു 10-25 മിനിറ്റ് മേളിലായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇളക്കി കൊടുക്കുക. നമ്മുടെ ഗ്രീൻ പാലി ചിക്കൻ കറി നല്ല ടേസ്റ്റിൽ തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് തേങ്ങയും വേണ്ട, സവോളയും വേണ്ട, മുളക് പൊടിയൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റിൽ ഒരു ഗ്രീൻ പാലി ചിക്കൻ കറി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. വളരെ എളുപ്പത്തിൽ തന്നെ അത് വേഗുന്ന സമയമേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് നിർത്താം. ഇപ്പോൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കാം. പിന്നെ വേറെ പാലാക്ക് ചീരയും മല്ലിയിലൊക്കെ അല്ലേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാധനങ്ങളെന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ചേർത്താണ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കട്ടെ. പൊളി സാധനം കേട്ടോ.
ചുമ്മാ പറഞ്ഞല്ല, നല്ല അടിപൊളി ടേസ്റ്റ്, സൂപ്പറായിട്ട്. അപ്പം നമ്മളെ ഈ കറി ഒരു ബൗളിനകത്തോട്ട് മാറ്റാം. വേദന വീട്ടിലൊക്കെ ഉള്ള ദിവസമല്ലേ, തീർച്ചയായിട്ടും ചിക്കൻ മേടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഓരോ രീതിയിൽ നമുക്കറിയാവുന്ന രീതിയിലൊക്കെയാണ് ചിക്കൻ കറിയൊക്കെ വെക്കുന്നത് അല്ലേ. തീർച്ചയായിട്ടും ഇതേ രീതിയിൽ ഒരു ഗ്രീൻ പാൽ ചിക്കൻ കറി നിങ്ങൾ ചെയ്ത് നോക്കിക്കും. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇതേപോലെ ഒരു ഗ്രീൻ പാൽ ചിക്കൻ കറി ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറക്കാതെ ആ ബെൽ ബട്ടനോട് അമർത്തിയേക്കണം കേട്ടോ. അപ്പോൾ വേറെ വീഡിയോ നമുക്ക് പെട്ടെന്ന് വരാം. ബായ്.